സിസ്റ്ററോട് കാര്യം ചെയ്യും, 2 ബെൽറ്റോടെ ആയിക്കോളൂ. 2 സിറിഞ്ചിന്റെ ലോഡി കൊണ്ട്. കട്ടിയുള്ളതെന്നല്ലേ പറഞ്ഞത്? അതെ. ആ സിസ്റ്റർ, ഹെവി ഡോസ് ആയിക്കോട്ടെ, കട്ടിയുള്ളതാ. കൊതുകിനെ ഭയന്ന് കാളയ്ക്ക് ജീവൻ അർപ്പിച്ച ആ മഹാമനുഷ്യന് വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ. ചിരിക്കരുതേ. നമുക്ക് മമ്മൂക്കയുടെ ശബ്ദം എടുക്കാം. എന്റെ ഈശോ മാതാവേ, ഇവനെ ചൊല്ലി എന്നിങ്ങനെ തീ തിന്നാനാണ് എന്റെ ഒരു തലവിധി. എന്റെ കർത്താവേ, എനിക്ക് വയ്യേ. എന്റെ ദൈവമേ, എന്റെ ഒരു കഷ്ടകാലം അല്ല എന്ത് പറയാനാ. എനിക്ക് മമ്മൂക്കയുടെ ലാലന്റെ ശബ്ദം എടുക്കാൻ ശരിക്കും പറഞ്ഞ നടന്മാരെ പറയുന്ന ഒരാളല്ല ഞാൻ. വെളിവില്ലെങ്കിലും അവൻ പറയുന്നത് കാര്യമുണ്ട്. അപ്പൊ നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടാവണം. എന്തല്ലാ ഇബിലിസ് അൽക്കുൽ താക്കുവാ. മമ്മൂക്ക ഇനി അതാരാന്ന് ചോദിച്ചാലോന്നൊരു ഒന്ന് പറഞ്ഞു തുലക്കടാ. ഇന്ത്യൻ ഭരണ സർവീസ്. അയ്യേ, ഇക്കയുടെ സൗണ്ടിന് എന്ത് പറ്റി? പുതിയ വിലാൽ, പുതിയ ശബ്ദം. എനിക്ക് പക്ഷെ പഴയ മാട്ട സൗണ്ട് തന്നെയാണ് ഇഷ്ടം. ആ പദത്തിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ നിനക്ക്? എനിക്കറിയില്ല. എവിടെ ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. അതറിയണമെങ്കിൽ ആദ്യം നീ ഇന്ത്യ എന്താണെന്ന് അറിയണം. അക്ഷരങ്ങൾ അച്ചടിച്ചു കൂട്ടിയ പുസ്തകത്താളിൽ നിന്നും നീയൊന്നും പഠിച്ച ഇന്ത്യ അല്ല, അനുഭവങ്ങളുടെ ഇന്ത്യ. എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? കോടിക്കണക്കായ പട്ടിണി പാവങ്ങളുടെയും നിരക്ഷരയുടെയും ഇന്ത്യ. കളിപ്പാട്ടം വല്ലതായിരുന്നു, ബാറ്ററി എങ്കിലും ഊരിയിടായിരുന്നു. കൈയടിക്കണ മക്കളെ. ഇതിനും ഭേദം വല്ല പിലാണ്ടാശുപത്രിയിൽ പോയി കിടക്കണതാ, മനസമാധാനം കിട്ടും. എന്നാ നിങ്ങൾ ചെല്ലേ, ഞാൻ ഈ പണിയൊപ്പിച്ച പന്നി ഒന്ന് തപ്പി നോക്കട്ടെ. വിട്ട് കള വർക്കിച്ച ചീളി കേസുകള്. മാണിക്യത്തിരുന്ന് ചീള് കേസാ, പക്ഷെ വർക്കിച്ചിരുന്നൊരു തോൽവിയാ. ഞങ്ങളുടെയൊക്കെ ലോകം നിങ്ങളൊരാൾ മാത്രോ? അതുമ്പോ തൊട്ട് കളിക്കാൻ വന്നൊരു സമയം കൊടുത്താ അത് ഞങ്ങക്ക് മാനക്കേടാ. വാക്കിച്ച ശത്രുക്കളോട് പോലും ഇത് ചെയ്യരുതാ ദ്രോഹി. ഇതുണ്ടാ ഇതിന്റെ ഇടയിലില്ലേ കഴുത്തിറക്കിട്ട് അവനെ കാണോ? എനിക്ക് ഓർമ്മയില്ലേ? കാണോടാ.